അങ്ങനെ നമ്മൾ സ്കൈറ്റെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ ഈ റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെല്ലാം പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ പർച്ചേസിങ്ങിനെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ആ കാഴ്ചകളും കാണാം. കടകളെല്ലാം തുറന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ പ്ലംബിങ്ങിൻ്റെ ഇലക്ട്രിക്കിൻ്റെ ഒക്കെ ആ ഏരിയ മാത്രം തുറക്കാത്തുണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഏരിയയും തുറന്നിട്ടുണ്ടാവും. പിന്നെ ഇവിടുത്തെ എല്ലാം പാർക്കിംഗ് എല്ലാം എടുത്തിട്ടാ ഈ ട്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ് അത്രയും കാര്യങ്ങളാണ് ചെയ്തു തരുന്നത്. എന്നിട്ട് നമ്മൾ നിയമങ്ങൾ പാലിക്കാണ്ട് ഇവിടെ തലങ്ങും വിലങ്ങും സൈക്കിൾ ഓടിച്ചിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതെല്ലാം ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെയെല്ലാം നമുക്ക് ഇത്രയും ഫെസിലിറ്റി നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് കേട്ടോ. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് ദുബായ് ഏരിയയിൽ ഒരുപാട് സ്ഥലത്ത് സിറ്റിയിൽ സൈക്കിൾ ട്രാക്ക് ഉണ്ടാക്കിയിട്ട്, അപ്പോൾ സൈക്കിൾ ട്രാക്കിലൂടെ ഞാൻ സ്കേറ്റിംഗ് ചെയ്തിട്ട് ഇവിടെയുള്ള ഫുള്ള് ട്രാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. ഒരുപാട് സ്ഥലത്തുണ്ട്. സിറ്റിയിൽ നല്ല അടിപൊളി കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മളെ ബിൽഡിംഗ്, ഇതാണ് നമ്മളെ ബിൽഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മളെ ബിൽഡിങ്. നമ്മളെ ബിൽഡിംഗ് ഇത് ഞാൻ നേരെ താഴോട്ട് ഇറങ്ങി അപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് സൈക്കിൾ ട്രാക്കാണ്. സൈക്കിൾ ട്രാക്കിലൂടെ ഞാൻ വ്ളോഗ് ചെയ്ത് പോവാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഞായറാഴ്ച കേട്ടോ. ഞായറാഴ്ച നമുക്ക് ലീവാണ്. ലീവ് ആയതുകൊണ്ട് തന്നെ ആണ് നമ്മളിങ്ങനെ വീഡിയോസ് ഉണ്ടാക്കുന്നത്. ട്രാക്ക് ദൈവത്തും എല്ലായിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ട്രാക്കുള്ള സ്ഥലത്ത് കൂടിയാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് നൈഫ് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ ഭാഗത്ത് കേട്ടോ. അപ്പോൾ ഫുള്ള് കടകളും ആ ഒരു സൈഡിലത്തെ കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് ട്രാക്കിൽ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഞാൻ ഹെൽമെറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഹെൽമെറ്റ് ഇട്ടിട്ട് പോകാൻ പാടുള്ളൂ. ഇപ്പോഴും അവിടെ സൈക്കിൾ പിടിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ എങ്ങനെ നോക്കിയാള്. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ടുള്ളത് കൊണ്ട് എനിക്കൊന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ നമ്മൾ സ്കൈറ്റിങ് ചെയ്യുന്നത്, ഞാനൊന്നും സ്കൈറ്റിങ് ചെയ്യണം അത്ര അഗ്രസീവായിട്ടല്ല, നോർമലായിട്ടുള്ള രീതിയിലാണ് സ്കൈറ്റിംഗ് എല്ലാം ചെയ്ത് പോവാറ്. അഗ്രസീവായിട്ട് സ്കൈറ്റ് ചെയ്യണ നമ്മളെ ഗ്രൂപ്പിൽ വേറെ ടീമുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ വരെ എത്തിക്കണം. നമുക്കിനി വേറെ സ്ഥലത്തേക്കൊക്കെ പോകാനുണ്ട്. അങ്ങനെ നമ്മളിതാ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കറങ്ങി ഈ ഭാഗത്തേക്കെല്ലാം എത്തിയിട്ടുണ്ട്. ഇന്ന് ഡ്രീം ലാൻഡിൽ നല്ല തിരക്കുണ്ട്. ഓഫറുള്ള ദിവസമാണ്, അതും ലീവ് ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ട് ഇവിടെ. നമുക്കിതാ ട്രാക്കിലൂടെ ഇങ്ങനെ പോവാം നമുക്ക്.
ഒരുപാട് സ്ഥലത്ത് പാർക്കിംഗ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. പാർക്കിംഗ് എല്ലാം എടുത്തിട്ടാണ് ഇവിടെ ട്രാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് അത്രമാത്രം ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പോലും നമ്മൾ മര്യാദക്ക് സൈക്കിൾ ചവിട്ടില്ല എന്ന് പറയുമ്പോഴേ ഭയങ്കര ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ നമ്മൾ ഈ ദേര ബനിയാസ്കോർ കംപ്ലീറ്റ് ഈ ഏരിയത്തെ വീഡിയോസ് തന്നെ ചെയ്യാനുള്ള ഒരു കാരണം. എന്തായാലും അടിപൊളിയാണ്. നമുക്ക് സ്കേറ്റ് ചെയ്യണ ആൾക്കാർക്കും സുഖം തന്നെയാണ്. അടിപൊളിയായിട്ട് ട്രാക്കിലൂടെ പോവുക. പക്ഷെ ട്രാക്കിലൂടെ ആൾക്കാർ ഒരുപാട് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും വെയിൽ അവിടെ നിന്ന് കണ്ടു കേട്ടാ. അതുകൊണ്ടാണ് ഞാൻ ഒരു ഇതാക്കി പിടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ യൂണിയനിക്കൊക്കെയാണ് പോകാനുള്ളത്. ആ ഭാഗത്ത് കൂടെയൊക്കെ കറങ്ങിയിട്ട് നമുക്ക് ഇങ്ങനെ വരാം. സൈക്കിൾ ട്രാക്ക് ഉണ്ടാക്കിയിട്ട് പോലും അവർ പറയുന്ന ആ ഒരു മാനദണ്ഡം പാലിക്കാതെ സൈക്കിൾ ട്രാക്കിനൊക്കെ ഒരുപാട് ടീമുകളുണ്ട് കേട്ടോ. ഹെൽമെറ്റും ജാക്കറ്റും വെക്കാണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് വീണ്ടും ഫൈൻ കിട്ടുന്നുണ്ട് സൈക്കിൾ പിടിച്ചിട്ടുകൊണ്ട്. പിന്നെ അതല്ലാണ്ട് നമുക്ക് സീബ്ര ക്രോസിങ്ങിലെല്ലാം സൈക്കിള് ഇറങ്ങി തള്ളിയിട്ട് പോകാനാണ് പറയുന്നത്. അപ്പം അത് ചെയ്യാത്തത് കൊണ്ട് ഇന്നും ഒരുപാട് പേര് ആൾക്കാർ ആ ഒരു സ്ഥലത്ത് ഇവർ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവർ നമുക്ക് വേണ്ടിയിട്ട് ഈ ഏരിയയിലത്തെ പാർക്കിംഗ് എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഈ സൈക്കിൾ ട്രാക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ അത് നോക്കാണ്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര തെറ്റ് തന്നെയല്ലേ. അങ്ങനെ നമ്മൾ സബ്ക ഒരു ഏരിയയിലൊക്കെയാണ് കംപ്ലീറ്റ് കറങ്ങി നടന്നിരുന്നത്. ഇത് ഈ നേരെ പോകുന്നത് നമ്മൾ യൂണിയൻ്റെ ഭാഗത്ത് കേട്ടോ. യൂണിയൻ മെട്രോയുടെ ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന ആ ഒരു ട്രാക്കാണ് ഈ കാണുന്നത്. അപ്പോൾ അതിലൂടെയാണ് നമ്മപ്പോൾ പോകുന്നത്. അങ്ങനെ കുറച്ചും കൂടി എല്ലാം പോയിട്ട് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. ഏതായാലും യൂണിയൻ ആ റൗണ്ടിലും പോയി നോക്കാം. അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ സ്കേറ്റിങ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അതെന്തായാലും നന്നായി. അതിനുശേഷം പിന്നെ നമുക്ക് റൂമിലോട്ട് തിരിച്ചു വരാം. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ ഒരുപാട് സ്ഥലങ്ങളെല്ലാം കറങ്ങിയിട്ട് ഇതാ ഇവിടെ നമ്മൾ രാത്രി സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണ സ്ഥലം കേട്ടാ. സ്കേറ്റിംഗ് ബോർഡ് എല്ലാം പ്രാക്ടീസ് ചെയ്യും. സമയം എനിക്ക് തോന്നുന്നത് ഒരു 5 മണി ആയിട്ടുള്ളൂ. 5 മണി കഴിഞ്ഞതുകൊണ്ട് ആരും വന്നിട്ടില്ല. ഇവിടെ കുറച്ച് ആൾക്കാർ ഡാൻസ് കളിക്കുന്നുണ്ട്. സ്കേറ്റിങ്ങിൻ്റെ ആരും ഇവിടെ കാണാനില്ല. അപ്പം അങ്ങനെ ഞാൻ തിരിച്ചു പോവാണ്. വേറെ സ്ഥലത്ത് കൂടെ ട്രാക്കെല്ലാം ഉണ്ട്. ആ ഭാഗത്തുകൂടെ ഞാൻ തിരിച്ചു പോവാട്ടാ. ഓക്കെ.
അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ആ യൂണിയനിലൊക്കെ പോയി തിരിച്ച് നമ്മളെ റൂമിലൊക്കെ പോകാൻ ട്ടാ. ഞാനിപ്പോൾ കാണിച്ച വീഡിയോസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് നേരെ ബനിയാസ്കോർ ഏരിയത്തെ ഭാഗങ്ങളാട്ടാ. പിന്നെ അൽറിഗിയൽക്കെല്ലാം അവിടെ എല്ലാം ഒരുപാട് നാളായിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, സൈക്കിൾ ട്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഞാൻ സൈക്കിളുമെല്ലാം പോകുന്നത്. അപ്പോൾ ഇപ്പം ഇതെല്ലാം ഇപ്പം ഉണ്ടാക്കിയിട്ട് റമദാനിന് മുമ്പായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോഴും കുറച്ച് ഭാഗങ്ങൾ കംപ്ലീറ്റ് ആക്കാനുണ്ട്. റമദാനിന് ശേഷമാണ് കംപ്ലീറ്റ് ഒരുവിധമൊക്കെ ആയിട്ടുള്ളത് ട്രാക്കിന്റെ പണികൾ. അപ്പം അതിലൂടെയാണ് ഞാൻ യാത്ര പോകുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയെല്ലാം റൗണ്ട് അടിച്ചിട്ട് ഉണ്ട്. ഒരുവിധ സ്ഥലത്തൊക്കെ ഉണ്ട് ട്രാക്ക്. ഇതെല്ലാം നമുക്ക് ഇവിടെയൊക്കെ ശരിക്കും പറയാൻ ഇത്രയും പാർക്കിംഗ് ആയിരുന്നു. ആ പാർക്കിംഗ് എല്ലാം ചെറുതാക്കിയണ്ടില്ലേ, എന്നിട്ട് നമുക്ക് ഈ ട്രാക്കെല്ലാം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പം നമ്മളെന്താ വേണ്ടിയത്, ആ ട്രാക്കിലൂടെ നല്ല രീതിയിൽ സൈക്കിൾ ആയിട്ട് പോവുക എന്നുള്ളതല്ലേ. ഓ, ഇവിടെ സ്കേറ്റ് ചെയ്യാൻ കുറച്ച് പാടട്ടാ, ഇന്റർലോക്ക് ആയി വാ, കുഴപ്പമില്ല. അപ്പം അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിനെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.